സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. നേരത്തെ കരാർ ഉറപ്പിച്ച സിനിമകൾ പൂർത്തിയാക്കേണ്ടതിനുള്ളതിനാൽ തൽക്കാലം മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാടിലാണ് സുരേഷ് ഗോപി. എന്നാൽ മന്ത്രിയായാലേ പറ്റൂ എന്നാണ് കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ നിലപാട്. കേരളത്തിൽ നിന്നുള്ള ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട MP എന്ന നിലയിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ നൽകണമെന്നാണ് കേന്ദ്ര BJP നേതൃത്വത്തിൻ്റെ തീരുമാനം. എന്നാൽ തന്നെ ഒഴിവാക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥന. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാവിലെ ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമെന്ന് നേരത്തെ കേട്ടിരുന്നുവെങ്കിലും അതും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനും സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. ബിഗ് ബഡ്ജറ്റുകൾ ഉൾപ്പെടെ 4 സിനിമകളാണ് സുരേഷ് ഗോപിക്ക് പൂർത്തിയാക്കാനുള്ളത്. ഇതിൽ പകുതി പൂർത്തിയാക്കിയതും ഉൾപ്പെടും. സിനിമയുടെ ജോലികളെല്ലാം തീർക്കാൻ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും എടുക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇന്ന് വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാഷ്ട്രത്തലവന്മാർ, മത മേലധ്യക്ഷന്മാർ, ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ റാറ്റ് മൈനേഴ്സ്, വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിക്കുന്ന റെയിൽവേ ജീവനക്കാർ, കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, വികസിത് ഭാരത് അംബാസഡർമാർ തുടങ്ങി 9000-ഓളം അതിഥികളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ചടങ്ങിൻ്റെ ഭാഗമായി ഡൽഹിയിൽ 3 നിര സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. TDPക്കും JDUവിനും ഒരു ക്യാബിനറ്റ് മന്ത്രിയും 2 സഹമന്ത്രിമാരും 2 സംസ്ഥാനങ്ങൾക്കും കൂടുതൽ സഹായ പാക്കേജുകളുമാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. LJP, ശിവസേന, NCP, JDS, അപ്നാദൾ എന്നിവർക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയെ ലഭിച്ചേക്കും. ജനസേനയ്ക്ക് സഹമന്ത്രിയും കിട്ടും. ഇക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയ്ക്കും മികച്ച പരിഗണന ലഭിക്കും. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, രവിശങ്കർ പ്രസാദ്, പീയൂഷ് ഗോയൽ, S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, അനുരാഗ് സിംഗ് ഠാക്കൂർ, കിരൺ റിജു, ജിതേന്ദ്ര സിംഗ്, അർജുൻ മേഘ്വാൾ, സർബാനന്ദ സോണോവാൾ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ശിവരാജ് സിംഗ് ചൗഹാൻ, വിപ്ലവ് ദേവ്, കിഷൻ റെഡ്ഡി, നാരായൺ റാണെ, സുഹേന്ദു അധികാരി, ബാൻസ്വാരി സ്വരാജ്, ശോഭ കരന്തലാജെ, D പുരന്ദേശ്വരി തുടങ്ങിയവരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.